വന്ദേമാതരം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് AICC ഓർഗനൈസിംഗ് സെക്രട്ടറി KC വേണുഗോപാൽ. രാജ്യത്തിന്റെ പൈതൃകത്തെ മാറ്റിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വന്ദേമാതരത്തിനിടെ സ്നേഹമായിട്ട് വരുന്ന നരേന്ദ്രമോദിക്ക് ഈ കഴിഞ്ഞ ദശകങ്ങളായിട്ടുള്ള അവരുടെ പ്രവർത്തനം പരിശോധിച്ചാൽ എന്തെങ്കിലും ആത്മാർത്ഥ്യം തെളിയിക്കാൻ പറ്റുമോ? ഇപ്പോൾ RSS ആണ് ഇപ്പോൾ പറയുന്നത്. RSSൻ്റെ ശാഖകളിൽ അവർ വന്ദേമാതരം പാടാറുണ്ടോ? ഈ വന്ദേമാതരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഉദ്ദേശിക്കുന്നത് ബംഗാൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ദേമാതരത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടന്നത്. വന്ദേമാതരത്തോട് അവർക്ക് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല, ജനഗണമനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല, രവീന്ദ്രനാഥ് ടാഗോറിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല, ബങ്കിം ചന്ദ്ര ചാറ്റർജിയോട് സ്നേഹം ഉണ്ടായിരുന്നില്ല, സുഭാഷ് ചന്ദ്രബോസിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്നേഹം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടോ സ്വാതന്ത്ര്യ സമര ഗാനങ്ങളുമായി ബന്ധപ്പെട്ടോ BJPക്ക് എന്ത് ബന്ധമാണുള്ളത് പറയാനുള്ളത്? പിന്നെ പറയേണ്ടതിന് മറുപടി ഇന്ന് പ്രിയങ്ക ഗാന്ധിയും ഗൗരവ് ഗൊഗോയും പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നുണ്ട്. അവർ കൃത്യമായി മോഡി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കാര്യത്തിലെ ചരിത്രം. ഇതെല്ലാം ചരിത്ര രേഖകളുണ്ടല്ലോ. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗങ്ങളുണ്ട്, അതിൻ്റെ മിനിറ്റ്സ് ഉണ്ട്, രേഖകളുണ്ട്. അതെല്ലാം വരുന്ന സമയങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും ഗൗരവ് ഗൊഗോയും അടക്കമുള്ള നേതാക്കന്മാർ ലോക്സഭയിൽ പറഞ്ഞു. വന്ദേമാതരം രാജ്യത്തിന്റെ പൂർവ്വപിതാക്കൾ ജനങ്ങൾക്കായി തിരഞ്ഞെടുത്ത ദേശീയ ഗീതമാണ്. അതിലെ വരികൾ മാറ്റാനുള്ള ശ്രമത്തിനെതിരെ കോൺഗ്രസ് കോടതിയെ സമീപിക്കും. ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ ശ്രമിക്കുന്നത്. ശബരിമല കൊള്ളയ്ക്ക് ജനം തിരഞ്ഞെടുപ്പിൽ മറുപടി നൽകും. കുമ്പളങ്ങ കട്ടകൾ തലയിൽ ഇങ്ങനെ പിടിച്ചു നോക്കി നരയുണ്ടോ നോക്കേണ്ട കാര്യമില്ല. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കത്തും കൂടെ പോയിരിക്കുകയാണ്. ഏറ്റവും വളരെ ഗൗരവതരമായ കാര്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര മാഫിയ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നുള്ള ഗൗരവതരമായ കാര്യം. ഇത്തരം കാര്യങ്ങൾ അവർക്കറിയാം. ഇത് ശബരിമല ഇഷ്യൂ അങ്ങനെ എളുപ്പത്തിൽ പിടിവിടാൻ പറ്റുന്ന ഇഷ്യൂ അല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ സർക്കാർ പൂർണ്ണമായും പ്രതികൂട്ടിലാണ്. ആ വിഷയം മാറ്റാൻ വേണ്ടി അവരെന്തും ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇത് ഉറച്ചു കിട്ടിയിട്ടുണ്ട്. ഇത് അമ്പലക്കള്ളന്മാർ അവർക്ക് വേണ്ടി പെഞ്ഞു കൊടുക്കുന്ന സർക്കാരുമാണെന്ന് ജനങ്ങളെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാധ്യമങ്ങളെ പഴിച്ച വേണുഗോപാൽ, കോൺഗ്രസിൽ ഇല്ലാത്ത ആളുകളെക്കുറിച്ച് പറയാനില്ല. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വിഷയം നിങ്ങളായി തന്നെ തീർക്കുമെന്ന സ്നേഹപുരസ്സരം അദ്ദേഹം പറഞ്ഞു. ചിറ്റൂരിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളെ സംബന്ധിച്ചു നിങ്ങളിതിനാണ് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത്. രാഹുൽ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. UTV ന്യൂസ്, പാലക്കാട്.